നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പാർട്ട് 1ഉം പാർട്ട് 2ഉം പാൻറ് ഇട്ടില്ലേ, അതിൻ്റെ പാർട്ട് 3 ആണ്. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഈ വീഡിയോയുടെ എൻഡിൽ അവസാന സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ പാർട്ട് 3യിൽ വന്നിട്ട് നമ്മൾ 2 കാലുകൾ എടുത്തിട്ട് ആ ക്രോച്ചങ്ങ് ജോയിൻ ചെയ്യുക. ഓക്കെ, നോക്കുക, 2 കാലെടുക്കുക, പാൻറ്റിൻ്റെ അതിൻ്റെ ക്രോച്ച് ദേ 4 ഇഞ്ചിൽ ജോയിൻ ചെയ്യുക. പാർട്ട് 2ൽ നമ്മൾ സിബ് വെച്ചു കേട്ടോ, അത് പാർട്ട് 3 ആണ്. അപ്പോൾ വരച്ചതിൽ കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്. 2 പീസ് നമുക്ക് എടുക്കണം. ഫ്രണ്ടിൽ 2 പോക്കറ്റിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച തുണിയാണ്. മെഷർമെൻറ്റ് പറഞ്ഞുതരാം. തുണി മടക്കി വെച്ചിട്ട് 6 ഇഞ്ച് വീതിയും താഴെ വന്നിട്ട് 8 ഇഞ്ച് ലെങ്ത്തും കേട്ടോ. 8 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വീതിയും 2 തുണി മടക്കി വെച്ചിട്ടാണ് 2 പോക്കറ്റിന് ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾ തപ്പി ബുദ്ധിമുട്ടരുത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോക്കറ്റിന് നമ്മൾ വരഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 2ൽ നമ്മൾ പാർട്ട് 1ൽ വരച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റിന് വേണ്ടിയിട്ട് അല്ലേ, ഫ്രണ്ടിൽ. അപ്പോൾ അത് ആ വരച്ചവിടെ നോക്കുക. ആ നല്ല വശത്തിൻ്റെ മേലെ പോക്കറ്റിന് ഇട്ട പീസ് നമ്മൾ ഫോൾഡ് തുറന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അതായത് ആ യെല്ലോ ലൈനിൻ്റെ മേലെ കൂടെ അടിക്കുക. നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് ഉൾവശത്തുനിന്ന് ഇങ്ങനെ അടിക്കുക ആ ഷേപ്പിൽ. രണ്ടും അതേമാതിരി ചെയ്യുക. ഒരു പോക്കറ്റേ ഞാൻ കാണിക്കണുള്ളൂ, മറ്റേത് അതുമാതിരി തന്നെ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ വന്നല്ലോ. ഇനി നമുക്ക് പതിച്ചടിക്കുക. നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് അത് പതിച്ചടിക്കണതാണ്. ഇനി നമുക്ക് ചീത്ത വശത്തേക്ക് തള്ളിവിടാം. എന്നിട്ട് വീണ്ടും ഒരു അടി കൊടുക്കുക, സ്റ്റിച്ച് കൊടുക്കുക. കറക്റ്റാക്കി നീറ്റാക്കി ചെയ്യണം. പാൻറ്റിൻ്റെ പോക്കറ്റാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പാൻറ്റിൻ്റെ വീഡിയോ, ഇങ്ങനത്തെ പാൻറ്റിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടല്ലോ. ഇനി നമുക്ക് ആ പോക്കറ്റിൻ്റെ ആ ബാക്കി പീസ് അത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ വയ്ക്കുക. കണ്ടോ, ആ വളഞ്ഞതിൻ്റെ അവിടേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ട താഴെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ 2 ലെയർ ഒരുമിച്ച് വരുന്ന ആ പോയിന്റിൽ, അവിടെയല്ല, താഴെ. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ അവിടെ സ്റ്റിച്ച് കൊടുക്കുക. നോക്കുക, അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കണ്ടോ, ഇത് പോക്കറ്റ് ആയിട്ടുണ്ട്. ഇനി പോക്കറ്റിൻ്റെ അടി മടക്കി അടിച്ചിട്ടില്ല നമ്മൾ. പോക്കറ്റിൻ്റെ ഉൾവശം അടിവശം മടക്കി അടിക്കുക. നോക്കുക, പോക്കറ്റ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്ന് കുത്തി വയ്ക്കുക. ഒന്ന് ശ്രദ്ധിക്കുക, പിന്ന് കുത്തി വയ്ക്കുക. കണ്ടോ, പോക്കറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സംഭവം. എന്നിട്ട് നമ്മൾ നല്ല വശം പാൻറ്റിൻ്റെ വയ്ക്കുക. അതായത് ബാക്ക് പാൻറ്റിൻ്റെയും ഫ്രണ്ട് പാൻറ്റിൻ്റെയും നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫുൾ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ശ്രദ്ധിക്കുക, നമ്മൾ തലപ്പിൽ അടിക്കുക. പോക്കറ്റിൻ്റെ മേലെയല്ല, 1/2 ഇഞ്ച് വീതിക്കിട്ട് അടിക്കുമ്പോൾ 1/2 ഇഞ്ച് വീതിക്കിട്ട് അടിച്ചു വരിക. പിന്നെ സൈഡൊന്നും ഞാനിവിടെ ലോക്കിംഗ് ഒന്നും കാണിക്കണില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് പാൻറ്റ് തയ്ക്കുക എന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എൻ്റെ 3 വീഡിയോയും ഉള്ളത്. അടിവരെ തെച്ച് വരിക, ഫ്രണ്ടും ബാക്കും കൂടി വെച്ചിട്ട്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇടുന്നുമുണ്ട്. സോ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ല് കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചു കഴിഞ്ഞു. അതേപോലെ അപ്പുറത്തും ചെയ്യാം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്യണതാണ് കേട്ടോ. പാൻറ്റൊക്കെ സ്കൂൾ പാൻറ്റ് തയ്ക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല.
പാൻറ് തയ്ക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പണിയല്ല, വളരെ ഈസി ആയുള്ളൊരു കാര്യമാണ്. അടിച്ചു വരിക, താഴത്തേക്ക് അങ്ങനെ അടിച്ചു വരിക. നോക്കുക, ബോഡി ക്ലോസ് ചെയ്യണ മാതിരി തന്നെ അത് സൈഡ് ക്ലോസ് ചെയ്യണം നമ്മൾ. അതിനുശേഷം നോക്കുക, കണ്ടോ, പിന്നെല്ലാം മാറ്റുക. ഓൾറെഡി ആയിക്കഴിഞ്ഞു, ഇനിയൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇനി ചെയ്യാവുന്നതേ ഉള്ളൂ. പോക്കറ്റും സിബും ആയിരുന്നു ഏറ്റവും വലുത്. ഇനി ആ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ അടിവശം കണ്ടോ, ആ അടിവശമാണ് നമ്മളിനി അടിക്കേണ്ടത്. കണ്ടോ, ആ ഭാഗം വെറുതെ ഒന്ന് അടിക്കുക. അത് നമ്മൾ പോക്കറ്റ് മാത്രം വെച്ച് അടിക്കുക, അല്ലാണ്ട് നമ്മുടെ പാൻറ്റിൽ അടിക്കരുത്. പോക്കറ്റ് മാത്രം സൈഡിലേക്കാക്കിയിട്ട് വെച്ചിട്ട് വെറുതെ ഒരു അടി കൊടുക്കുക. പാൻറ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കടമ്പയുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും ബ്ലൗസ് തയ്ക്കണ അത്ര ഒരു ബുദ്ധിമുട്ടില്ല പാൻറ് തയ്ക്കാൻ. ബ്ലൗസിനാണ് നമുക്ക് കുറച്ച് നല്ല പാട്. ബ്ലൗസൊക്കെ തയ്ക്കണവർക്ക് ഷർട്ടും പാൻറ്റൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കുള്ളവരൊക്കെ ഒന്ന് നോക്കുക, മാളു സ്റ്റിച്ചിങ് ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയൽസ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇതേ മരത്തിന് അപ്പുറത്തെ പാൻറ്റിൻ്റെ പോക്കറ്റും ചെയ്യുക. കാരണം റിപ്പീറ്റ് ചെയ്ത് കാണിക്കണില്ല, ലെങ്ത്ത് കൂടും വീഡിയോ. ഇതിന് 3 പാർട്ടായി വിശദമായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ദേ കണ്ടോ, പാൻറ്റായി, പോക്കറ്റായി. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യണം, കാല് മടക്കി അടിക്കണം. അപ്പോൾ നമുക്കിനി കാല് മടക്കി അടിക്കണ്ടേ? കാല് മടക്കി അടിക്കാൻ ഓൾറെഡി നമ്മളതിൽ വരഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അരയിഞ്ച് മടക്കിയിട്ട് വീണ്ടും നോക്കിയിട്ട് മടക്കുക. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എത്ര നമ്മൾ എത്ര അതിമാതിരി മടക്കുക, ഉള്ളിലേക്ക് മടക്കി അടിക്കുക. എത്ര അളവ് വെച്ചത് അതിനനുസരിച്ചിട്ട് 2 പാൻറ്റിൻ്റെയും കാല് മടക്കി അടിക്കുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില പാൻറ്റുകളിൽ പാൻറ്റിൻ്റെ കാല് മടക്കി അടിക്കില്ല, കൈ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ടൈമില്ല. പിന്നെ അത് മോന് സ്കൂളിൽ ഇടുന്ന ടൈപ്പ് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പാൻറ്റ് അടിയിൽ സ്റ്റിച്ചാണ്. ഇനി നമുക്കിവിടെ പ്ലീറ്റ് കണ്ടോ, പ്ലീറ്റ് ഉള്ളവർക്ക് നമ്മൾ പ്ലീറ്റ് വെച്ച് കൊടുക്കുക, ഇല്ലാത്തവർക്ക് ആ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ അതിലുണ്ടാവില്ല. അപ്പോൾ നോക്കുക രണ്ടും എങ്ങനെയാണ് പ്ലീറ്റ് എന്നുള്ളത് നോക്കിയിട്ട് പ്ലീറ്റ് 2 കുഞ്ഞു പ്ലീറ്റ് വെച്ച് കൊടുക്കുക. 4 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ് വെച്ചിട്ട് വെറുതെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ പ്ലീറ്റ് കൊടുത്തപ്പോൾ തന്നെ അപ്പുറത്തെ പ്ലീറ്റും കൊടുക്കുക. അപ്പം ഞാൻ പ്ലീറ്റ് 2 സൈഡും പ്ലീറ്റ് കൊടുത്തു, കാല് മടക്കി അടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മേളിൽ ആ പോക്കറ്റിൻ്റെ മേൽവശം ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അതിങ്ങനെ നിൽക്കണ കണ്ടില്ലേ? അപ്പോൾ മേളിൽ പോക്കറ്റും നമ്മുടെ പാൻറ്റും തമ്മിലൊന്ന് മുകളിൽ ജോയിൻ ചെയ്യാം. കാരണം പോക്കറ്റിൻ്റെ അടിവശം അത്ര സൈഡേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ, പാൻറ്റിൻ്റെ മേൽവശത്തോട് നമ്മുടെ പോക്കറ്റ് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജോയിൻ ചെയ്തു, നമ്മുടെ പോക്കറ്റ് റെഡി ആക്കണ്ട. ആ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ടോപ്പ് സ്റ്റിച്ച്. ഇപ്പോഴും നമ്മുടെ പാൻറ്റിൻ്റെ മേളിലെ സിബിൻ്റെ ഇവിടെ കറക്റ്റ് ആക്കിയിട്ടില്ല, അത് ഇപ്പോഴല്ല ചെയ്യുക, കുറച്ച് കഴിഞ്ഞേ ചെയ്യുള്ളൂ. സിബൊക്കെ അത്ര നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, നോക്കിക്കണ്ടേ, വളരെ നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് സിബ്. പോക്കറ്റ് നോക്കിക്കോളൂ, ചെയ്ത് കഴിയുമ്പോൾ പോക്കറ്റ് നീറ്റായിട്ട് വരും. പുതിയ തുണി തന്നെ മേടിച്ച് ട്രൈ ചെയ്താൽ നോക്കുക. കാരണം കുഴഞ്ഞ തുണിയിൽ ഒരിക്കലും ചെയ്യരുത്. വില കുറഞ്ഞ പുതിയ തുണി മേടിച്ച് നല്ല ഒരു സ്റ്റിഫായുള്ള തുണി മേടിച്ച് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാം. നമ്മുടെ ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ ആ വി ക്ലോസ് ചെയ്യുക. വി ക്ലോസ് ചെയ്യാൻ അറിയില്ല, ചുരിദാർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ പാൻറ്റ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ബുദ്ധിമുട്ടല്ല. പാൻറ്റ് അടിക്കുന്നവർക്ക് ആ വി അങ്ങോട്ട് അടിക്കാം. അപ്പം ഞാൻ വി അടിച്ചു, അത് കാണിച്ചിട്ടില്ല, കാരണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ചാനലിലുള്ളവർക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ അത് വേണ്ടാലോ. ഇനി നമുക്ക് ബെൽറ്റ് അടിക്കാൻ നോക്കാം. ബെൽറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുണി 4 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. നീളം നമുക്ക് എത്ര വരും എന്നുള്ളത് ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുത്തില്ല. നമുക്കത് പാൻറ്റിൻ്റെ ഈ വിഡ്ത്ത് ഇപ്പോൾ കറക്റ്റാണ് അതിലുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട്. പിന്നെ എലാസ്റ്റിക് വെക്കണമെങ്കിൽ നമുക്ക് അത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിൽ തന്നെ എലാസ്റ്റിക് വെക്കാന്നുള്ളത് ഇടുന്നതായിരിക്കും.
ഇത് തന്നെ ആരും കണ്ടിട്ടില്ല വീഡിയോ. കുറേ പേര് റിക്വസ്റ്റ് മുഖേന വന്നിട്ട വീഡിയോ ആയിട്ടും ആരും നമ്മുടെ ചാനലിൽ കണ്ടിട്ടില്ല വീഡിയോ. കാണുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, അതെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. കാരണം സിബിൻ്റെ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്യരുത്, ഇപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്. തള്ളി നിൽക്കുന്ന ഭാഗം എല്ലാം കറക്റ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബെൽറ്റ് എടുത്തു. ബെൽറ്റിൻ്റെ ഒരു സൈഡ് വക്കടിച്ചിട്ടുണ്ട് ഞാൻ. ബെൽറ്റിന് നമുക്ക് ചീത്ത വശത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിക്ക് അടിക്കുക. ചീത്ത വശത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റും അടിച്ച് വരിക. നോക്കുക, പാൻറ്റിൻ്റെ മേൽവശം നല്ല വശമാണ്. ദേ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അടിച്ച് വരിക. ഒപ്പം വെച്ചിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ പീസും പോക്കറ്റിൻ്റെ പീസും പ്ലസ് ഈ ഒരു ബെൽറ്റ് പീസും ഒരുമിച്ച് വയ്ക്കുക. ഞാൻ ആ പ്ലീറ്റൊക്കെ കറക്റ്റാക്കി വയ്ക്കുക. പോക്കറ്റ് കണ്ടോ, ചീത്ത വശത്തിൻ്റെ മേലെ അത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടിക്കാം. നോക്കി ചെയ്യാം. ആ സിബിൻ്റെ ഭാഗം ഇങ്ങനെ തുറന്നിരുന്നോട്ടെ കേട്ടോ അടിക്കുമ്പോൾ. കണ്ടോ, ശ്രദ്ധിക്കുക, നമ്മൾ പീസാണ് വെക്കണത്. ഇപ്പം നമ്മൾ മൊത്തം അടിച്ച് വന്നു. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ബെൽറ്റ് 1/2 ഇഞ്ച് അല്ല, സോറി 1 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇനി അങ്ങനെ തിരിക്കുക കേട്ടോ. തിരിച്ചിട്ട് ടോപ്പിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഒന്ന് അയൺ ചെയ്യണമായിരിക്കും നല്ലത്, കുറച്ചുകൂടി കറക്റ്റായിട്ട് നിൽക്കും. ശരിക്കും നമുക്ക് കടയിൽ നിന്നും നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ തയ്ക്കുന്ന പാൻറ്റ് കണ്ടിട്ടില്ലേ, ജെൻസിൻ്റെയൊക്കെ പാൻറ്റ് നല്ല അടിപൊളിയായി തയ്ക്കും, നല്ല പ്രായമുള്ള ആളുകളൊക്കെ നമ്മളെ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം അതേ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. നീറ്റ് സിബൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കണം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. തയ്യലും കൂടി കാണുന്നില്ല സിബിൻ്റെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ഇത് വെച്ച് കൊടുക്കേണ്ടി വരും. ആ വള്ളി വെച്ച് കൊടുക്കേണ്ടി വരും. ബാക്കിലും ഫ്രണ്ടിലും നിങ്ങളുടെ പാൻറ്റിൽ എത്രയാണോ അതിനനുസരിച്ച് വള്ളി വെച്ച് കൊടുക്കുക. പിന്നെ ഹുക്ക് വെച്ച് കൊടുക്കുക. അത്രയൊക്കെ തന്നെ. കയ്യിലുള്ള പാൻറ്റ് വെച്ച് നിങ്ങൾ ഇതുമാതിരി ചെയ്തിട്ട് അറിയിക്കുക. ആദ്യത്തെ ഒന്ന് കിട്ടിയില്ല അവനെ കോൺഫിഡൻസ് കളയരുത്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് 3-4 തവണ 3 പാർട്ടും കണ്ട ശേഷം തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 101% ഉറപ്പായിട്ട് നമ്മുടെ പാൻറ്റ് കറക്റ്റായിട്ട് വരും. അതിന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് മാളൂസ് ടെയിലറിംഗ് ക്ലാസ് ഇൻ ഷാർജ ഫേസ്ബുക്ക് പേജിലും അയച്ചു തരിക. ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറക്കരുത്, നമ്മൾ ഇത്രയും നല്ലൊരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് റിക്വസ്റ്റ്. അതുമാതിരി തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അയച്ചു തരിക. കണ്ടോ, പാൻറ്റ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളത് മറക്കണ്ട. ഇനി നമുക്കതിൽ വെക്കേണ്ട എന്താണ് വള്ളി വെക്കാനായിട്ട് നിങ്ങൾ നോക്കി ഈ മെഷർമെൻറ്റിലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 2 അറ്റവും മടക്കുക, വീണ്ടും ഒരു മടക്കുക, എന്നിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെ വേണ്ടത് അവിടെയൊക്കെ വെച്ച് വയ്ക്കുക നോക്കിയിട്ട്. ബാക്കിൽ 2 എണ്ണം ഫ്രണ്ടിൽ 4 എണ്ണം ഒക്കെ ആയിരിക്കും വയ്ക്കുക. ഡിപ്പെൻസ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു അളവ് ജസ്റ്റ് കാണിച്ചു തന്നു. ഇതിങ്ങനെ കുറേ എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം ഒന്ന് മടക്കുക കേട്ടോ. അതെ ഇങ്ങനെ മടക്കിയിട്ട് മേൽവശം ഞാൻ മടക്കിയിട്ടേ വെച്ചിരിക്കണം ആ സാധനത്തിൻ്റെ സ്ട്രിപ്പിൻ്റെ. അതേമാതിരി ഇതേ ഇങ്ങനെ വെച്ചിട്ട് മേളിലും കുറച്ച് സ്റ്റിച്ച് കൊടുക്കുക, താഴെ കുറച്ച് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോസൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഫസ്റ്റ് എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്, യൂസ്ഫുൾ ആണോ എന്നുള്ളത്. പാർട്ട് 3 ഡിലേ ആക്കിയത് സോറി. പിന്നെ എന്താ പറയുക, മനസ്സിലായെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് അയച്ചു തരിക. എന്നാലേ നമുക്ക് ഒരു ഇത് കിട്ടുള്ളൂ. നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ. അപ്പോൾ ഇതേമാതിരി തന്നെ വള്ളി ചുറ്റും വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിലൊക്കെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം, ഇൻ്റർലോക്ക് മാതിരിയുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം ഇതൊന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം തയ്ക്കാൻ അവർക്ക് അറിയുന്നവർക്ക് നമ്മുടെ പാൻറ്റ് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ, അതുമാതിരി തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുമാതിരി തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ പറയുക, നമ്മുടെ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കും അറിയില്ല, പറയുന്നത് രീതി മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നത്, യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനത് അയൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്